വലിയ ബലിക്കല്ലിൻ്റെ ഇടതുവശം കൂടി കടന്നു വരുന്ന ഭക്തൻ തൊട്ടടുത്ത വാതിലും അതിൻ്റെ ചവിട്ടുപിടിയിൽ ചവിട്ടാതെ തന്നെ അത് കടക്കുന്നു. അത് കടന്നിട്ടാണ് നമസ്കാര മണ്ഡപത്തിൻ്റെ സമീപത്തേക്ക് നാം എത്തിച്ചേരുന്നത്. നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ബലിക്കല്ലിൽ തൊടാതെയോ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിനുള്ളിലേക്ക് കയറുന്നിടത്തുള്ള ആ പടിയിൽ ചവിട്ടാതെയോ കടക്കണം എന്ന് പറയുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത? ഈ ഒരു ചോദ്യത്തിന് വളരെ ശാസ്ത്രീയമായ ഒരു അർത്ഥം തന്നെയുണ്ട്. ഒരു ഉത്തരം പറയുമ്പോൾ വളരെ ശാസ്ത്രീയതയോടുകൂടി തന്നെ പറയാം. ഈ നെഗറ്റീവായിട്ടുള്ള എനർജിയുടെ കേന്ദ്രങ്ങളുണ്ട്, സർവ്വവിസർജ്യ വസ്തുക്കളിലും ഉണ്ട് എന്ന് പറയുന്നത് പോലെ അത്ര അളവിൽ തന്നെ ഈ വാതിലിൻ്റെ കട്ടളപ്പടി, സാധാരണ നമ്മൾ പറയുമല്ലോ വാതിലിൻ്റെ കട്ടളപ്പടിയിൽ ഇതിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഗൃഹങ്ങളിലൊന്നും കട്ടളപ്പടിയിൽ ചാരി നിൽക്കരുത് എന്ന് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്. ഇതിൻ്റെ കാരണം ഈ നെഗറ്റീവ് എലിമെൻറ്റ്സ് നമ്മെ ബാധിക്കുമെന്നും അതുവഴി നമ്മളിൽ സ്ഥിരമായിട്ടൊരു അശാന്തി ഉണ്ടാവുകയും ചെയ്യും. ക്ഷേത്രത്തിലും ഇത് പരിഗണനാർഹമാണ്. ഇതുകൊണ്ട് നാം ആ കട്ടളപ്പടി ചവിട്ടാതെ തന്നെ കടക്കുകയാണ്. അതോടൊപ്പം വേറൊരു വലിയ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ ഈ ക്ഷേത്ര ദർശനം തന്നെ വളരെ സിംബോളിക്കായിട്ട് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ ചവിട്ടുപടിയെ ലെവലിലുള്ള പല പ്രതിബന്ധങ്ങളും നമുക്ക് വളരെ ഭീമാകാരമായ പ്രതിബന്ധമായിട്ട് തോന്നും. ഹർഡിൽസ് എന്ന് പറയും. ഈ ഹർഡിൽസുകളെ ഓവർകം ചെയ്യാൻ, അതിനെ നേരിടാനും അതിനെ മുകളിലൂടെ കടന്നു പോകാനും അല്ലെങ്കിൽ അവയൊക്കെ തകർത്ത് മുന്നോട്ട് നീങ്ങാനും ഉള്ള ഒരു പ്രേരണ കൂടി അതിൻ്റെ പുറകിലുണ്ട്. പടിയാറും കടന്ന് അവിടെ ചെന്നപ്പോൾ എന്നൊക്കെ നമ്മൾ നാമം ജപിക്കാറുള്ളതാണ്. ആ ഓരോ പടവുകളും അനായാസേന കടന്നു കയറുകയാണ്. അതും കൂടെ ഇതിനകത്ത് വ്യംഗ്യമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാതിലും കടന്ന് അകത്തേക്ക് കടക്കുന്ന ഭക്തൻ നമസ്കാര മണ്ഡപത്തിൻ്റെ തൊട്ട് മുന്നിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ദേവവിഗ്രഹത്തെ കാണാം. ആ ദേവവിഗ്രഹത്തെ വീണ്ടും നമിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ഭഗവത് രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു സന്ദർഭം വരുന്നുണ്ട്. അതായത് ക്ഷേത്രത്തിലെ ഉപാസനാമൂർത്തിയെ നേരിൽ കാണുമ്പോഴുള്ള നമ്മുടെ ഒരു വൈകാരിക ഭാവം, പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി നിൽക്കുന്ന ഭക്തൻ്റെ ഭാവം ഇവിടെ വളരെ ശ്രദ്ധേയമായി സംഭവിക്കുന്നു. നമ്മൾ പോലും അറിയാതെ ഉണ്ടാകുന്നതാണ് പരമാർത്ഥം. അമ്പലത്തിൽ സാധാരണ കയറുമ്പോൾ ചെറിയ കട്ടള കാണും. അപ്പോൾ തല കുനിച്ച് കയറണം. അത് എന്തുകൊണ്ടാണ് ആ കട്ടള അങ്ങനെ ചെയ്തേക്കുന്നത്? ക്ഷേത്രത്തിൽ കടക്കുന്ന ഭക്തൻ പൊതുവെ അഹന്തകളൊക്കെ വെടിഞ്ഞവനാണ്. എന്നിരിക്കലും മനുഷ്യനാണല്ലോ, ഈ കാലത്ത് ജീവിക്കുന്ന ആളുമാണ്. അവനിലെ അഹന്ത പോയെന്ന് നമ്മൾ പറയാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണരും. ഭഗവത് സാന്നിധ്യത്തിൽ കാണുമ്പോൾ പലപ്പോഴും ആവേശത്തോട് തല ഉയർത്തി പിടിച്ചൊക്കെ നമുക്ക് ഭഗവാനെ നോക്കാനുള്ള പ്രേരണയുണ്ടാകും. ഇത് ഒരു തരത്തിലുള്ള അഹന്തയെ തന്നെയാണ് വെളിവാക്കുന്നത്. അവിടെ ഭഗവത് ദർശനം പരിപൂർണമാണെങ്കിൽ എളിമ വളരെ പ്രകടിതമായി തന്നെ വരണം. നമ്മളീ പറയുന്ന ബോഡി ലാംഗ്വേജ് അവിടുത്തെ ഒരു പ്രധാന ഘടകമാണ്. നമ്മളെപ്പോഴും ഇരുന്ന് വർത്തമാനം പറയുന്ന പോലെയല്ല ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുമ്പോൾ. അതുപോലെ ആദരിക്കേണ്ടവരെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ശിരസ് കുനിയാറുണ്ട്. ഇവിടെ പരമ ആദരണീയനായ ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ ശിരസ്സുകൾ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ താഴേണ്ടതാണ്. ക്ഷേത്ര രൂപകൽപ്പനയിൽ വളരെ ഭംഗിയായിട്ട് തന്നെ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. നമസ്കാര മണ്ഡപത്തിന് മുന്നിലുള്ള ഭാഗത്തൊക്കെ റൂഫ് അങ്ങനെ താഴ്ന്നു വരും. ഇവിടെ വരുമ്പോൾ നാം അറിയാതെ തന്നെ ശിരസ് കുനിച്ച് ഭഗവത് പാദങ്ങളെ തന്നെ നോക്കി ആ പാദത്തിലേക്ക് ശരണം പ്രാപിക്കാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാകും. നമസ്കാര മണ്ഡപത്തിൽ തൊഴുതു നിൽക്കുന്ന ഭക്തൻ വീണ്ടും ഇടതുവശം ചേർന്ന് തന്നെ പ്രയാണം ആരംഭിക്കുന്നു. അങ്ങനെ നടപ്പാതയിൽ നാം കണ്ടെത്തുന്ന ബലിക്കല്ലുകളുണ്ട്. സപ്തമാതാക്കളെ കാണും. അങ്ങനെ തുടങ്ങി നിരവധി ബലിക്കല്ലുകൾ നമ്മൾ ഈ പ്രയാണത്തിനിടയിൽ കണ്ടുമുട്ടും. അവരെ ഒന്നും കാലുകൊണ്ടൊന്നും സ്പർശിക്കാതെ, കാലുകൊണ്ടല്ല കരം കൊണ്ടും സ്പർശിച്ചുകൂടാ. ചിലരൊക്കെ അബദ്ധത്തിൽ തൊട്ട് വീഴുന്നതൊക്കെ കാണാം. അതൊക്കെ വളരെ നിഷിദ്ധമാണ്. അങ്ങനെ വേണം ഭക്തൻ തൻ്റെ യാത്ര തുടരാൻ.